Anjana, good morning. Vignesh, good morning. Arya, good morning. Okay, let us start. Okay. Yes, good morning here. Yes. അപ്പോൾ നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത് കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. കണ്ടീഷണൽ സെന്റൻസിനെ കുറിച്ച് നമ്മൾ പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു സെന്റൻസുകളെ രണ്ടായിട്ട് വിഭജിച്ചു, ക്ലോസുകളെ രണ്ടായിട്ട് നമ്മൾ വിഭജിച്ചു. അതിന് ഒന്നിനെ മെയിൻ ക്ലോസ് എന്നും ഒന്നിനെ സബോർഡിനേറ്റ് ക്ലോസ് എന്നും നമ്മൾ വിഭജിച്ചു. അപ്പൊ മെയിൻ ക്ലോസ് എന്താണ്, സബോർഡിനേറ്റ് ക്ലോസ് എന്താണ്, അത് നമ്മൾ സൂചിപ്പിച്ചു. അത് കഴിഞ്ഞതിന് ശേഷം മെയിൻ ക്ലോസും സബോർഡിനേറ്റ് ക്ലോസും തമ്മിൽ ഒരു റിലേഷൻഷിപ്പ് ഉണ്ട്. ആ റിലേഷൻഷിപ്പിനെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അത് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞത് സബോർഡിനേറ്റ് ക്ലോസ് സിമ്പിൾ പ്രസന്റ് ടെൻസ് ഉള്ളതാണെങ്കിൽ മെയിൻ ക്ലോസ് സിമ്പിൾ ഫ്യൂച്ചറിലായിരിക്കും എന്ന് പറഞ്ഞു. അതിന് നമ്മളൊരു എക്സാമ്പിൾ പറഞ്ഞു, ഇഫ് യു വർക്ക് ഹാർഡ് യു വിൽ പാസ്. ആ വിൽ എന്നുള്ളതിന് പകരം ക്യാൻ വന്നു കഴിഞ്ഞാൽ ശരിയാണ്, ഷാൽ വന്നു കഴിഞ്ഞാൽ ശരിയാണ്, മേ വന്നു കഴിഞ്ഞാലും ശരിയാണ്. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞ് നിർത്തിയത്. ഓക്കെ, ഇനി നമുക്ക് അതിന്റെ അടുത്ത ഒരു ഘട്ടത്തിലോട്ട് കടക്കിയത്. ഞാൻ നിങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ മകൻ അല്ലെങ്കിൽ മകള് 9ൽ നിന്ന് 10ലേക്ക് ജയിച്ച സമയത്താണ് അവനോട് ഇത് പറയുന്നത്. എന്ത് പറയുന്നത്? നീ മര്യാദക്ക് പഠിക്കുകയാണെങ്കിൽ പാസ്സാകും. അപ്പൊ 10ാം ക്ലാസ്സിൽ അവൻ പോയിട്ടില്ല, അല്ലാതെയാണ് അവൻ പറയുന്നത്. ഇനി നിങ്ങൾ വേറൊരു കാര്യം അസംഷൻ ചെയ്യാം. ആ 10ാം ക്ലാസ്സില് ആ പയ്യൻ പോയി പഠിച്ചു തോറ്റു എന്ന് വിചാരിക്കും. റിസൾട്ട് വന്നു, തോറ്റിട്ട് വീട്ടിൽ വിഷമിച്ചിരിക്കുന്ന സമയത്താണ് ഇത് പറയണമെങ്കിൽ നമ്മളിത് പറയുമായിരുന്നു, നീ പഠിച്ചെങ്കിൽ പാസ്സായനെ. അന്ന് നമ്മൾ പറഞ്ഞത് പഠിക്കുകയാണെങ്കിൽ പാസ്സാകുന്നതാണ്. ഇപ്പൊ ഞാൻ അതൊന്ന് മാറ്റുകയാണ്. വിഷമിച്ചിരിക്കുന്ന കണ്ടു കഴിഞ്ഞപ്പോ അവരോട് പറയാണ്, നീ പഠിച്ചെങ്കിൽ പാസ്സായേനെ, പഠിച്ചെങ്കിൽ പാസ്സായേനെ. യെസ്. അപ്പൊ അത് അങ്ങനെ വരുമ്പോ ഏത് വ്യത്യാസമാണ് വരുന്നത് എന്നുള്ളത് നമുക്ക് നോക്കാം. യെസ്. അപ്പൊ ഞാനൊരു വാചകം പറയാം, അത് ഒന്ന് എഴുതുക. ഇതാണ് ഇഫ് യു, ഒരു വാചകം എഴുതുക. if you work, WORK, work
well, W-E-L-L. If you work well, you will pass. You will pass. അതാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം എഴുതിയത്. അതിന്റെ അടിയിൽ ഇന്നത്തെ എഴുതിയത്. If you ആ വർക്ക് എന്നുള്ളൊരു പകരം അതിന്റെ പാസ്റ്റ് ടെൻസ് എഴുതാം. വർക്ക്ഡ്, WORKED, വർക്ക്ഡ് well. If you worked well, comma, ഒരു ഡാഷ് ഡാഷ്. ഓക്കെ, ഇനി നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പൊ ആദ്യം എഴുതിയിരിക്കുന്ന വാചകത്തില് ഇഫ് യു വർക്ക്, അപ്പൊ യു വിൽ പാസ് എന്ന് വന്നു. അപ്പൊ വിൽ എന്നുള്ളതിന് പകരം ക്യാൻ വന്നാലും ഷാല് വന്നാലും മേ വന്നാലും കറക്റ്റ് ആണെന്ന് നമ്മൾ പറഞ്ഞു. പക്ഷെ ഒരിക്കലും അവിടെ വുഡ് വരരുത്, ഷുഡ് വരരുത്, ഫുഡ് വരരുത്, മൈറ്റ് വരരുത് എന്ന് ഞാൻ പറഞ്ഞു. ഓക്കെ, ഇത് നമ്മൾ ഇപ്പൊ എഴുതിയ വാചകം നോക്കാം. അതായത് ഇഫ് യു വർക്ക്ഡ് വെൽ. അപ്പൊ ഇഫ് യു വർക്ക്ഡ് വെൽ എന്ന് പറയുമ്പോ ആ സബോർഡിനേറ്റ് ക്ലോസ് ഏത് ടെൻസിലുള്ളതാണ് ശ്രുതി? പ്രേമ. ഇഫ് യു വർക്ക്ഡ് വെൽ എന്ന് പറയുമ്പോ ആ അത്രയും ഭാഗം വരെ ഏത് നമ്മൾ പഠിച്ചിട്ടുള്ള ആ 12 ടെൻസ് ഫോമിൽ ഏതിൽ വരുന്നത്? അതെ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റുകയാണെങ്കിൽ ശ്രുതിക്കുണ്ട്. ബാക്കി ആർക്കെങ്കിലും ഉണ്ടോ പ്രോബ്ലം? ആര്യ, നിമിഷ ഇല്ല. അപ്പൊ ശ്രുതി ഒന്ന് ഓഫ് ആക്കിയിട്ട് ഒന്നുകൂടി കയറി നോക്കി. യെസ്, ഓക്കെ ശ്രീലക്ഷ്മി. ഓക്കെ 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 യെസ്. അപ്പൊ ആർക്കെങ്കിലും പറയാമോ അത് ഏത് ടെൻസ് ആയിരിക്കും? അത് സിമ്പിൾ പാസ്റ്റ് ടെൻസ് ആണ്. സിമ്പിൾ പാസ്റ്റ്. എങ്ങനെ സിമ്പിൾ പാസ്റ്റ് നമുക്ക് മനസ്സിലായി? സിമ്പിൾ പാസ്റ്റിന്റെ സ്ട്രക്ചർ നമുക്ക് ഓർമ്മയുണ്ട്. സബ്ജക്റ്റ്, പിന്നെ വെർബ്, ആ വെർബിന്റെ പാസ്റ്റ് ടെൻസ് അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ അത് സിമ്പിൾ പാസ്റ്റ് ആണ്. അപ്പൊ ഇവിടെ നോക്കി, ഇഫ് യു വർക്ക്, യു സബ്ജക്റ്റ്, വർക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ആണ് വർക്ക്ഡ്, WORKED, വർക്ക്ഡ്. യെസ്, അപ്പൊ അതെന്താണ്? പാസ്റ്റ് ടെൻസ് ആണ്. അങ്ങനെ സബോർഡിനേറ്റ് ക്ലോസ് പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അപ്പുറത്ത് നമ്മൾ യു വിൽ പാസ് എന്ന് എഴുതി കഴിഞ്ഞാൽ തെറ്റാണ്. യെസ്, വില്ല് വെച്ച് കഴിഞ്ഞാൽ തെറ്റാണ്. അവിടെ നമ്മൾ വേണ്ടത്, നേരത്തെ നമ്മൾ ഏതെല്ലാം കാര്യങ്ങൾ വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞില്ലേ, അത്രേ ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. അപ്പൊ വില്ല് ഉപയോഗിക്കരുത്, വുഡ് ഉപയോഗിക്കാം. ഷാൽ ഉപയോഗിക്കരുത്, വുഡ് ഉപയോഗിക്കാം. മേ ഉപയോഗിക്കരുത്, മൈറ്റ് ഉപയോഗിക്കാം. യെസ്, ക്യാൻ ഉപയോഗിക്കരുത്, കുഡ് ഉപയോഗിക്കാം. അപ്പൊ ഇപ്പോഴത്തെ നമ്മൾ ഒന്നില്ലെങ്കിൽ ഷുഡ് അല്ലെങ്കിൽ കുഡ്. ഓക്കെ ശ്രീലക്ഷ്മി, പാസ്റ്റ് ടെൻസ് എന്ന് എല്ലാവരും ശരിക്കും പറയുന്നത് കണ്ടീഷണൽ ഫോം എന്നാണ് പറയുന്നത് കേട്ടോ. വില്ല് എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് വുഡ്. ഷാൽ എന്നുള്ള ശ്രീലക്ഷ്മി കറക്റ്റ്, പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ്. ഷാൽ എന്നുള്ളതിന്റെ കണ്ടീഷണൽ ഫോമാണ് ഷുഡ്. ക്യാൻ എന്നുള്ളതിന്റെയാണ് വുഡ്. മേ എന്നുള്ളതിന്റെയാണ് മൈറ്റ്. അപ്പൊ കണ്ടീഷണൽ ഫോം ഉപയോഗിച്ച് നമ്മൾ പറയണം. പാസ്റ്റ് ടെൻസ് ആണെങ്കിൽ അങ്ങനെ കണ്ടീഷണൽ ഫോം ഉപയോഗിക്കുമ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം പ്രസന്റ് ടെൻസ് ഉപയോഗിക്കുന്നു. വുഡ് കം എന്ന് പറയാമോ, വുഡ് കെയിം എന്ന് പറയില്ല. യെസ്, അപ്പൊ ഇവിടെ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? ഇവിടെ നമുക്ക് പറയാൻ പറ്റുന്നത് ഇഫ് യു വർക്ക്ഡ്, WORKED, വർക്ക്ഡ് വെൽ, യു വുഡ് പാസ്. നീ പഠിച്ചെങ്കിൽ പാസ്സായി. ഇഫ് യു വർക്ക് ആണെങ്കിൽ വിൽ പാസ്, വർക്ക്ഡ് ആണെങ്കിൽ വുഡ് പാസ്. ഓക്കെ, സിമ്പിൾ. ഞാൻ അടുത്തൊരു വാചകം നിങ്ങളോട് പറയാം. നിങ്ങൾ കഴിഞ്ഞ പ്രാവശ്യം ഫില്ല് ചെയ്തതുപോലെ ഫില്ല് ചെയ്യാം. വാചകം ഇതാണ്, എഴുതിക്കോ. ഇഫ് യു took, TOOK, took
the book, comma, dash. Okay. If you took the book, നീ പുസ്തകം എടുത്തെങ്കിൽ, യെസ്, ബാക്കി ഇപ്പുറത്തുനിന്ന് ഫില്ല് ചെയ്തു. അപ്പൊ ഇപ്പുറത്തുനിന്ന് ഫില്ല് ചെയ്യുമ്പോൾ മറക്കണം, അല്ല ഓർമ്മിക്കണം, ടേക്ക് എന്നുള്ളതിന്റെ പാസ്റ്റ് ആണ് ടുക്ക്. അപ്പൊ ഇവിടെ പാസ്റ്റ് ആണ് വന്നേക്കണേ. അപ്പൊ ഇപ്പുറത്ത് ഫില്ല് ചെയ്യുമ്പോൾ വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ്, ഇതിൽ ഏതെങ്കിലും ഒരു വാക്ക് വന്നിരിക്കണം. വന്നില്ലെങ്കിൽ തെറ്റാണ്. യെസ്, ഓരോരുത്തർക്കും അവരവർക്ക് ഇഷ്ടമുള്ള. ശ്രുതി ഓക്കെ ആയാ? ഒന്നും കൂടി ഒന്ന് ഭംഗിയാക്കി ശ്രീലക്ഷ്മി. യു വുഡ് പാസ്. ഓക്കെ വിഘ്നേഷ്, കറക്റ്റ് ആണ്. യു വുഡ് പാസ് ദ ബുക്ക്, അല്ലെങ്കിൽ യു വുഡ് റിട്ടേൺ ദ ബുക്ക്. ഓരോരുത്തർക്കും അവരുടെ ഭാവമനുസരിച്ച് ഫില്ല് ചെയ്യാം. നമ്മളിപ്പോ 12 പേരുണ്ട്. യെസ്, ഓക്കെ ശ്രീലക്ഷ്മി, കറക്റ്റ്. ഓക്കെ പ്രസാദ് കുഞ്ഞു, കറക്റ്റ്. ഇഫ് യു ടുക്ക് ദ ബുക്ക്, നീ പുസ്തകം എടുത്തെങ്കിൽ. നമ്മളെല്ലാവർക്കും അവരവരുടെ രീതിയിൽ ഫില്ല് ചെയ്യാം. ശ്രദ്ധിക്കേണ്ട കാര്യം വുഡ്, കുഡ്, ഷുഡ്, മൈറ്റ് ഇത് ചേർക്കാൻ വിട്ടുപോകുന്നത്. ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് വെറുതെ പറയാണ്. ഇഫ് യു ടുക്ക് ദ ബുക്ക്, യു ഷുഡ് റിട്ടേൺ വിത്തിൻ എ വീക്ക്. ഒരാഴ്ചക്കുള്ളിൽ അത് മടക്കി കൊടുക്കണം. യു ഷുഡ് റിട്ടേൺ വിത്തിൻ എ വീക്ക്. ഓക്കെ, ഞാനൊരു ഐഡിയ ഇട്ടതാണ്, നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിൽ പറയാം. You should perform better than you think. Okay, Srilakshmi? You should perform better than you think. Okay, അത് കറക്റ്റ് ആണ്. അപ്പൊ നിങ്ങൾ ചെയ്ത് അത് കറക്റ്റ് ആണ്. അടുത്തത് ഓക്കെ സുധി, ഓക്കെ സുധി, യെസ്, വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. യെസ്, അപ്പൊ നമ്മൾ പറഞ്ഞത് യു കുഡ് ഹെൽപ്പ് ഹെർ. ഓക്കെ ഓക്കെ ഓക്കെ, ശരി. സുധി, നമ്മൾ പറഞ്ഞു നിർത്തിയത് നമ്മൾ ഇഫ് യു വർക്ക് യു വിൽ പാസ് പറഞ്ഞിട്ട് ഇന്നലെ. ഇന്ന് നമ്മൾ വർക്ക് എന്നുള്ളൊരു പല വർക്കായി പാസ്റ്റ് ടെൻസ് ആയി. പാസ്റ്റ് ടെൻസ് ആക്കിയപ്പോ അപ്പത് വില്ല് ഉപയോഗിക്കരുത്, പകരം ഇത് ഉപയോഗിക്കണം, വുഡ് ഉപയോഗിക്കണം, അല്ലെങ്കിൽ കുഡ്, ഷുഡ്, മൈറ്റ്, അങ്ങനെയുള്ള വാക്കുകൾ. അതാണ് നമ്മൾ പറഞ്ഞത്. ഓക്കെ, ഓക്കെ, എഴുതിക്കോളൂ. ഇഫ് ദേ ordered, ORDERED, ordered cake, 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 comma, പിന്നെ ഒരു ഡാഷ്. നോക്കിയേ. ഓക്കെ ഓക്കെ ഓക്കെ, അതെയാണ് സുരശ്മി. ഇഫ് ദേ ഓർഡേർഡ് കേക്ക്, അവര് കേക്ക് ഓർഡർ ചെയ്തെങ്കിൽ. അപ്പൊ ഓർഡർ എന്ന് പറയുന്ന പ്രസന്റ് ടെൻസിന്റെ പാസ്റ്റ് ടെൻസ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത്, ഓർഡേർഡ്. അപ്പൊ ഇപ്പോഴത്തെ എന്ത് പറ്റും, നിങ്ങൾക്ക് നേരത്തെ പറഞ്ഞ പോലെ ശ്രദ്ധിച്ചു. ഓക്കെ വിഘ്നേഷ്, വെരി ഗുഡ്. We could eat the cake. Very good. We would celebrate the birthday party, Sudhi.
it would become a celebration. Srilashmi, correct? We would clear the bill. Okay, Kunju, correct. We would clear the bill or we would pay the bill. We would know the taste of it. Okay, Srilashmi. We would know the taste of it. Okay, similar. Similar. Very good, very good. Yes. അപ്പൊ ഇവിടെ ഞാൻ പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് ടെൻസിലുള്ള സബോർഡിനേറ്റ് ക്ലോസ് തരികയും കണ്ടീഷണൽ ഫോമിലുള്ള മെയിൻ ക്ലോസ് നിങ്ങൾ എഴുതുകയും ചെയ്യും. ഞാൻ ഇതൊന്ന് മറിച്ചിടുകയാണ്. അത് നമുക്കൊന്ന് പറയാം. അടുത്ത സെന്റൻസ് ആദ്യം ഒരു ഡാഷ്, ആദ്യം ഒരു നീണ്ട ഡാഷ്, കോമ കോമ യെസ്, അതിന്റെ എഴുതിക്കോ. I would tell you. I would tell you. I would tell you. ഞാൻ നിന്നോട് പറഞ്ഞേനെ. I would tell you. എങ്ങനെയാണെങ്കിലുള്ളത് അപ്പുറത്തെഴുത. അപ്പുറത്ത് എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കണം, പാസ്റ്റ് ടെൻസേ ഉപയോഗിക്കണം. ശ്രീലക്ഷ്മി പാസ്റ്റ് ടെൻസ് വന്നില്ല. ഓക്കെ, ശ്രുതി കറക്റ്റ്. ഇവിടെ കാരണം ഇപ്പോഴത്തെ ഇവിടെ നമ്മൾ എഴുതിയാൽ വുഡ് വന്നിട്ടുണ്ട്. അപ്പൊ അപ്പുറത്ത് എന്തുമല്ല പാസ്റ്റ് ടെൻസ്. ഇപ്പൊ ശരിയായി. ഓക്കെ 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 ഓക്കെ. ഓക്കെ ശ്രീലക്ഷ്മി. If you came with me, okay, Hira? Yes, correct. If they threatened you, okay, Srilashmi, correct. If you shouted, okay, if you remembered me, okay, Hira, if you heard me, okay, 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 idea. Correct ആയിരിക്കും. അടുത്ത വട്ടം പറയാം. ചോദ്യം ഇതാണ്, ആദ്യം ഒരു ഡാഷ്, കോമ, ഓക്കെ വിഘ്നേഷ് കറക്റ്റ്. ഷീ കുഡ് ഡാഷ്, കോമ, അത് കഴിഞ്ഞതിന് ശേഷം ഷീ കുഡ് meet him, MEET, meet him. She could meet him. അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞേനെ. She could meet him. അവൾക്ക് അവനെ കാണാൻ കഴിഞ്ഞേനെ. Yes, എഴുതിക്കോളൂ.
ശ്രീലക്ഷ്മി ആ പാസ്റ്റ് ടെൻസ് എഴുതിയെങ്കിലും മിസ്റ്റേക്ക് ഒന്നും വന്നിട്ടുണ്ട് നോക്കും. കുഞ്ഞു കറക്റ്റ് ആണ്. ഓക്കെ ശ്രുതി കറക്റ്റ് ആണ്. ഓക്കെ ഹീര. ശ്രീലക്ഷ്മി നോ എന്നുള്ളതിന്റെ പാസ്റ്റ് ടെൻസ് ന്യൂ ആണ്, KNEW. ഓക്കെ 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 പറയാം. ഡാഷ് കോമ ഷീ കുഡ് മീറ്റ് MET മീറ്റ്. ഓക്കെ ശ്രീലക്ഷ്മി ഷീ കുഡ് മീറ്റ് ഹിം. ഓക്കെ. Okay, seriously, if they noticed that. If the train was on time. Okay, correct, very good. If he came at the right time. Okay, idea. Okay, seriously, if she arrived at the railway station. If she gathered there. Okay, seriously, correct. Okay. If she searched, SEARCHED. If she searched it, comma, dash. If she searched it, comma, dash. Okay, Suleshmi, correct. Okay, Kunju, correct. Okay, Vignesh, correct. Sudhi, food കഴിഞ്ഞാൽ പിന്നെ present tense പറയൂ. Present tense. Food കഴിഞ്ഞാൽ present tense. Okay, correct. Will പോലെ തന്നെയാണ് food should ഒക്കെ കേട്ടോ, present tense പറയും. Okay.
She could perform better. Okay, Srishmi, correct. She could find the correct answer. Okay, correct. Yes. അപ്പോ ഞാൻ ഇന്ന് അധികം നമ്മൾ ഓരോന്ന് പഠിക്കുന്നത് കഴിഞ്ഞ ദിവസം നമ്മൾ സിമ്പിൾ പ്രസന്റ് വന്നു കഴിഞ്ഞപ്പോൾ അതിന്റെ സിമ്പിൾ ഫ്യൂച്ചറിലേക്ക് ആക്കി. ഇവിടെ സിമ്പിൾ പാസ്റ്റ് വന്ന സമയത്ത് നമ്മൾ അതിനെ കണ്ടീഷണൽ ഫോമിലേക്ക് ആക്കി. ഇനി ഇതിന്റെ ഒരു മാറ്റം കൂടി നമുക്ക് അടുത്ത ദിവസം നോക്കാം. ഓക്കെ, സോ ഐ ആം ഗോയിങ് ടു ആസ്ക് യു സം ക്വസ്റ്റ്യൻസ്. നിങ്ങളുടെ ആൻസറുകൾ സ്റ്റാർട്ട് വിത്ത് കെ. ഓക്കെ എന്ന് ശ്രീലക്ഷ്മി ഇപ്പൊ എഴുതിയ കെ ഇല്ലേ, കെ വെച്ച് ആരംഭിക്കാം. ഓക്കെ 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 ഓക്കെ, വെരി ഗുഡ് വെരി ഗുഡ്. ഓക്കെ, ചോദ്യം ഇതാണ്. ടു ക്യാപ്ചർ സംബഡി ബൈ ഫോഴ്സ്, യൂഷ്വലി ടു ഗെറ്റ് മണി. ടു ക്യാപ്ചർ സംബഡി ബൈ ഫോഴ്സ്, യൂഷ്വലി ടു ഗെറ്റ് മണി. ശ്രീലക്ഷ്മി, ശ്രുതി, കുഞ്ഞു. ശ്രീലക്ഷ്മി, ശ്രുതി, കുഞ്ഞു. കറക്റ്റ് ആൻസർ ആണ്. ദ ആൻസർ ഈസ് കോൾഡ് കിഡ്നാപ്പ്. ആൻഡ് ആൻസർ കിഡ്നാപ്പ് എന്നാണ്. അടുത്തത് a Japanese method. A Japanese method of self-defense. Yes. എന്തിനാ ഞാൻ ചോദ്യം പറഞ്ഞല്ലേ? ശ്രീലക്ഷ്മി, പ്രസാദ്, ശ്രുതി. ശ്രീലക്ഷ്മി, പ്രസാദ്, ശ്രുതി. ആൻസർ കറക്റ്റ് ആണ്. കരാട്ടെ. കരാട്ടെ. അപ്പൊ ഞാൻ അതൊന്നും കൂടി പറഞ്ഞേക്കാം, വെറുതെ ചോദ്യം. A Japanese method of self-defense using hands, arms and feet. അത് കരാട്ടയാണ്. ഈ ചൈനീസ് മെത്തേഡ് ആണെങ്കിൽ അതേതാണ്? അത് കുങ്ഫു ആണ്. ചൈനീസ് മെത്തേഡ് കുങ്ഫു. ഓക്കെ ഓക്കെ ഓക്കെ. ജപ്പാനീസ് മെത്തേഡ് കരാട്ടെ. യെസ്. അടുത്തത്, a cutting instrument with a long blade and okay, Srirashmi, Vignesh, Hira. Srirashmi, Vignesh and Hira. Correct answer ആണ്. Srirashmi വന്നിട്ടുണ്ട്. Okay okay okay. That is called knife. A cutting instrument with a long blade and a handle. Another. Yes. Okay okay okay. Yes, idea. Another. Simple. A room where food is prepared and cooked. Sudhi, Kunyu, Hira. Sudhi, Kunyu and Hira. Yes, the answer is correct. Kitchen. Yes. A. No. Kitchen first. Yes. Okay. 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 Yes. Okay. Another. A flightless, F-L-I-G-H-T, a flightless bird. A flightless bird.
വേറൊരു പേരാണ് ശ്രീലക്ഷ്മി. ഫ്ലൈറ്റ്ലെസ് ബേർഡ്. വേറെ ആരും പറഞ്ഞില്ലെങ്കിൽ ഞാൻ ശ്രീലക്ഷ്മിയെ പരിഗണിക്കാം. നോക്കട്ടെ. ശ്രുതി, കറക്റ്റ്. ശ്രുതി, ശ്രീലക്ഷ്മി, ആര്യ. ശ്രുതി, ശ്രീലക്ഷ്മി ആൻഡ് ആര്യ. കിവി. അടുത്ത സിമ്പിൾ ആണ്. എ ലാർജ് അനിമൽ ദാറ്റ് ലിവ്സ് ഇൻ ഓസ്ട്രേലിയ ആൻഡ് ഹോപ്സ്. ശ്രുതി, കുഞ്ഞു, ശ്രീലക്ഷ്മി. ശ്രുതി, കുഞ്ഞു ആൻഡ് ശ്രീലക്ഷ്മി. Okay, the answer is kangaroo. It's correct answer. അടുത്തത് എ ചെസ് പീസ്. പീസിന്റെ സ്പെല്ലിംഗ് PIEC. ചെസ് കളിക്കൂലേ, ആ ചെസ് ആണ്. എ ചെസ് പീസ്. ഇല്ല, അങ്ങനെ എത്തിയിട്ടില്ല. ഷേപ്ഡ് ലൈക്ക് എ ഹോഴ്സ്. ഷേപ്ഡ് ലൈക്ക് എ ഹോഴ്സ്. ഇങ്ങല്ല. എ ചെസ് പീസ് ഷേപ്പ്. വിഘ്നേഷ്, കറക്റ്റ്. വിഘ്നേഷ്, ആര്യ, ശ്രീലക്ഷ്മി. വിഘ്നേഷ്, ആര്യ ആൻഡ് ശ്രീലക്ഷ്മി. ശ്രുതി. Okay. Yes, that is called night ആണ്. KNIGHT. Okay, ശ്രുതി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. A chess piece shaped like a horse. അടുത്തത് a toy, TOY, toy made of light, LIGHT, light frame covered with paper that helps it fly. That helps it fly. Okay, Gunyu, Arya and Sudhi. Correct ആണ്. Kite ആണ്, പട്ടം. Yes. (1,000 meters is okay. Hira, Vignesh, Srilakshmi. Hira, Vignesh and Srilakshmi. Yes. Sudhi ഉണ്ട്. Okay, Sudhi. Yes. That is called kilometer. A fury, FURRY, Australian animal that looks like a small bear. That looks like a small bear. കിങ്കോങ്ങല്ല, ജസ്റ്റ് ലൈക്ക് എ ബിയർ. ഈ വാക്കിന് ലാസ്റ്റ് ഉണ്ടാവും ഒരു ബിയർ എന്നുള്ള വേർഡ്. സ്മോൾ ബിയർ. ഓക്കെ. ശ്രുതി, ശ്രുതി, ആര്യ, ശ്രീലക്ഷ്മി. ശ്രുതി, ആര്യ ആൻഡ് ശ്രീലക്ഷ്മി. ഓക്കെ. കോല ബിയർ എന്നാണ്. കോല ബിയർ. യെസ്. അടുത്തത് a man who has been crowned, CROWND, crowned as a ruler. Okay, കുഞ്ഞു, ശ്രീലക്ഷ്മി, പിന്നെ ആരായിരുന്നു? ശ്രുതി. യെസ്. ഓക്കെ. ദാറ്റ് ഈസ് കോൾഡ് കിങ്. അതിനെ പറയുന്ന പേരെന്താണ്? കിങ് എന്നാണ്. ഞാൻ പറയുന്നതിന്റെ ഓക്കെ, ഹീര. യെസ്. ഞാൻ പറയുന്നതിന്റെ മീനിങ് ആണ്, നിങ്ങളായിട്ട് പണ്ടുപോയിട്ട് പറഞ്ഞാൽ മതി. ഹെൽപ്ഫുൾ ആൻഡ് ഫ്രണ്ട്ലി. ഹെൽപ്ഫുൾ
ആൻഡ് ഫ്രണ്ടിൽ ശ്രീലക്ഷ്മി, ഹീര, ശ്രുതി. ശ്രീലക്ഷ്മി, ഹീര ആൻഡ് ശ്രുതി. Okay, that is kind, K-I-N-D, kind. Yes. Another, to stand, S-T-A-N-D, to stand on your knees, K-N-E-E-S, to stand on your knees. അതിന്റെ വൺ വേർഡ് പറയാ, ടു സ്റ്റാൻഡ് ഓൺ യുവർ നീസ്. ഓക്കെ ശ്രുതി, ശ്രുതി, ഹീര, ശ്രീലക്ഷ്മി. ശ്രുതി, ഹീര, ശ്രീലക്ഷ്മി. നീൽ എന്നാണ് പറയുന്നത്. നീൽ, നീല, മുട്ടുകുത്തുക എന്നുള്ള വീടല്ലേ, അത് തന്നെയാണ് എന്റെ ഇത്. ഓക്കെ, അപ്പൊ ഇപ്പൊ ഞാൻ പറഞ്ഞത് കെ എന്ന് പറയുന്ന അക്ഷരത്തിൽ ആരംഭിക്കുന്നതായിരിക്കണം നിങ്ങളുടെ ഉത്തരം എന്നാണ് ഞാൻ പറഞ്ഞത്. ഞാൻ എന്റെ റൂൾ ഒന്ന് മാറ്റുകയാണ്. ഇനി ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന്റെ ആൻസറിന്റെ ലാസ്റ്റ് വേർഡ് എൽ ആയിരിക്കണം. ലാസ്റ്റ് വേർഡ്, ഫസ്റ്റ് വേർഡ് അല്ല, ലാസ്റ്റ് വേർഡ് ഷുഡ് ബി എൽ. എൽ ആയിരിക്കണം ലാസ്റ്റ് വേർഡ്. ലാസ്റ്റ് വേർഡ്. ഓക്കെ വിഘ്നേഷ്, ലാസ്റ്റ് വേർഡ്. ഓക്കെ, അപ്പൊ അതിന്റെ മീനിങ് ആദ്യം പറയാം. അതിന്റെ വൺ വേർഡ് പറഞ്ഞാൽ മതി. അതിന്റെ ലാസ്റ്റ് എൽ ആയിരിക്കും. എ ക്ലിയർ മിനറൽ ലൈക്ക് വാട്ടർ. A clear mineral like water. നാച്ചുറൽ അല്ല, വേറൊരു വേർഡ് ഉണ്ടായിരുന്നു. അതൊക്കെ പറയുമ്പോ വേറൊരു വേർഡാണ് ഉപയോഗിക്കുന്നത്. നാച്ചുറൽ അല്ലാതെ വേറൊരു വേർഡ് ആരും പറഞ്ഞില്ലെങ്കിൽ നമുക്കത് പരിഗണിക്കാം. കെമിസ്ട്രിയിലൊക്കെ വന്ന ഒരു വേർഡാണത്. ഓക്കെ ഹീര, കറക്റ്റ് ആണ്. ക്രിസ്റ്റൽ ക്ലിയർ. യെസ്, ക്രിസ്റ്റൽ ആണ്. ക്രിസ്റ്റൽ. ഓക്കെ, ക്രിസ്റ്റൽ. ശ്രീലക്ഷ്മി ആൻഡ് ശ്രുതി. ശ്രീലക്ഷ്മി ആൻഡ് ശ്രുതി. യെസ്, ക്രിസ്റ്റൽ ക്ലിയർ. യെസ്. അടുത്തത്, ഓപ്പോസിറ്റ് ഓഫ് ഫിസിക്കൽ. ഓപ്പോസിറ്റ് ഓഫ് ഫിസിക്കൽ. ഹീര, ശ്രുതി, കുഞ്ഞു. ഹീര, ശ്രുതി, കുഞ്ഞു. യെസ്, ഫിസിക്കലിന്റെ ഓപ്പോസിറ്റ് മെന്റൽ. യെസ്, ഫിസിക്കൽ, മെന്റൽ. യെസ്, a roll of, R-O-L-L, a roll of parchment, P-A-R-C-H-M-E-N-T, parchment used to write on, W-R-I-T-E, write on. And one word, a roll of parchment used to write on. Yes. റോൾ അല്ല, വേറെ പേരുണ്ട്. ആര്യ, കറക്റ്റ് ആൻസർ. സ്ക്രോ, SC, ആര്യ, ശ്രീലക്ഷ്മി, ശ്രുതി. ആര്യ, ശ്രീലക്ഷ്മി ആൻഡ് ശ്രുതി. യെസ്. അടുത്തത്, എ കൺട്രി ഇൻ സൗത്ത് അമേരിക്ക. എ കൺട്രി ഇൻ സൗത്ത് അമേരിക്ക. ഓക്കെ ആര്യ. ആര്യ, ശ്രുതി, കുഞ്ഞു. ആര്യ, ശ്രുതി, കുഞ്ഞു.
Yes. The answer is Brazil. അടുത്തത്. A highly inflammable liquid used in car, CAR, car. ശ്രീലക്ഷ്മി ഓയിലിനേക്കാൾ ഓക്കെ. സുധി, കുഞ്ഞു, ശ്രീലക്ഷ്മി, സുധി, കുഞ്ഞു ആൻഡ് ശ്രീലക്ഷ്മി. യെസ്, നമുക്ക് അതിനകത്ത് പറയാം പെട്രോളോ ഡീസലോ പറയാം. ഓയിലിനേക്കാൾ കൂടുതൽ ഹൈലി ഇൻഫ്ലെയിം. യെസ്. അടുത്തത്. A person who has committed a crime. A person who has committed a crime. Kunju, Srilakshmi, Sudhi. Okay, answer correct. The answer is criminal. Apollo last അവസാനിച്ചിട്ടുണ്ട്. അടുത്തത്. A slanting, SLANTING, a slanting line. A slanting line. മാത്സ് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് വരും. Oh, slanting. Okay, Sudhi. Sudhi, Srilakshmi. Sudhi, Srilakshmi, Kunju. Sudhi, Srilakshmi, Kunju. Yes, correct answer. No? The answer is diagonal. Diagonal. Slant is correct. Yes. The head of administrator of a school. The head of administrator of a school. Okay, Hira, Sudhi, Kunju. Hira, Sudhi, and Kunju. Okay, Srilakshmi, good morning. The answer is principal. PRINCIPA, principal. Yes. A cascade, CASCADE, of water falling from a height. A cascade of water falling from a height. Okay, Srilakshmi. Kunju, idea. Correct answer. The answer is waterfall. Waterfall. அடுத்து. A game played by bouncing a ball over a net. By bouncing a ball over a net. Hira, onnuകൂടി ആലോചിച്ച്. Yes. Okay, Srilakshmi, Sudhi, Hira. Srilakshmi, Sudhi, Hira. മറ്റത് ഓവർ ദ നെറ്റ് അല്ല. എന്ന് പറയുമ്പോൾ ഫുട്ബോൾ പറയുമ്പോൾ ഇൻടു ദ നെറ്റ് ആണ്. യെസ്, നമ്മളിവിടെ പറഞ്ഞത് എ ഗെയിം പ്ലേഡ് ബൈ ബൗൺസിങ് എ ബോൾ ഓവർ ദ നെറ്റ് ആണ്. ഓക്കെ.
Yes. To reach to a point. To reach to a point where water bubbles. Where water bubbles. Similarly, to reach to a point. Okay, Sudhi Kunju, Sulashmi. Sudhi Kunju, Sulashmi. That is boiling point. Boiling point. Collecting the point. The shape of an egg. The shape of an egg. Srilakshmi, Sudhi, Arya. Srilakshmi, Sudhi, Arya, Hira. Okay. That is oval shape. Oval shape. An instrument for writing consisting a thin rod of graphite. Srilakshmi, Sudhi, Kunju. Srilakshmi, Sudhi, and Kunju. Yes. Okay. The correct answer is that is called pencil. Okay. Okay, here. A bond framework enclosing the brain. Enclosing the brain. Okay, Sudhi. Srilakshmi. Hira. Sudhi, Srilakshmi, and Hira. Skull. Talayoti. No, really. Skull. A bond framework enclosing the brain. That's only service. That's the meaning. To take something that is not yours. To take something that is not yours. To take something that is not yours. Okay, Sudhi. Srilakshmi. Kunju and Anjana. Sudhi, Srilakshmi, Kunju, and Anjana. Yes, Hira. Okay. I am പറയുന്ന പേരാണ് സ്റ്റീൽ, മോഷ്ടിക്കുക. നമ്മുടേതല്ലാത്തൊരു സാധനം എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോഷ്ടിക്കുക എന്നുള്ള അർത്ഥത്തിലെടുക്കുക. അടുത്തത് ഭയങ്കര സിമ്പിൾ ആണ്. Opposite of empty. Opposite of empty. Okay, Srilakshmi, Kunju, Vignesh. Srilakshmi, Kunju, Vignesh, Hira. Yes. Okay. Sudhi. Yes. Okay. Yes. Yes. ഞാൻ ചെറിയൊരു മാറ്റം വരുത്തുകയാണ്. ഇത്ര നേരം ഞാൻ പറഞ്ഞു നിങ്ങളുടെ ആൻസറിന്റെ ലാസ്റ്റ് ലെറ്റർ എല്ലായിരിക്കണം എന്ന് പറഞ്ഞു. ഇനി ഞാൻ ആദ്യത്തെ ലെറ്റർ എൻ ആയിരിക്കണം. എൻ നമ്പർ എൻ എന്ന് പറഞ്ഞ ലെറ്റർ. ഓക്കെ. ശ്രീലക്ഷ്മി, വിഘ്നേഷ്,
ഓക്കെ, എന്നിൽ ആരംഭിക്കുന്നു. യെസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. എ ഗ്യാസ്, നെയിം ഓഫ് എ ഗ്യാസ്. ആര്യ, കുഞ്ഞു, ശ്രീലക്ഷ്മി. ആര്യ, കുഞ്ഞു ആൻഡ് ശ്രീലക്ഷ്മി. ഓക്കെ, നൈട്രജൻ ആണ് കറക്റ്റ് ആൻസർ ആണ്, നൈട്രജൻ. യെസ്, ഓക്കെ. അടുത്തത് എന്നിൽ ആരംഭിക്കണം. എ കാർ ബ്രാൻഡ്, BRAND, എ കാർ ബ്രാൻഡ്. ഓക്കെ. ഓ, ഇതാരൊക്കെയായിരുന്നു? നെക്സ അല്ലെ? ഞാൻ ഒരു മത്സരം ഉണ്ടായിരുന്നത് നിസാനായിരുന്നു. കുഴപ്പമില്ല. യെസ്, ആരൊക്കെയാണ് ആദ്യം പറഞ്ഞത്? യെസ്, അവിടെ ശ്രീലക്ഷ്മി ഉണ്ട്. ഓക്കെ, യെസ്. ഓക്കെ, ഹീര, കുഞ്ഞു. ഓക്കെ, മീ ടു. യെസ്, യെസ്. അടുത്തത് എ 4-letter word. FOUR, 4. A 4-letter word used when you like something and find it pleasing. When you like something. കുഞ്ഞു, വിഘ്നേഷ്, ശ്രുതി. പിന്നെ ആരോളെ? കുഞ്ഞു, വിഘ്നേഷ്, ശ്രുതി, പിന്നെ ശ്രീലക്ഷ്മി. യെസ്, ശ്രീലക്ഷ്മി. That word is called nice. Very nice, very nice. അടുത്തത് എ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രി. എ വെസ്റ്റ് ആഫ്രിക്കൻ കൺട്രി. നെതർലൻഡ്സ് ആണ്. നൈജീരിയ. വിഘ്നേഷ്, ആര്യ, ഹീര, വിഘ്നേഷ്, ആര്യ, ഹീര. യെസ്, നൈജീരിയ. അടുത്തത് one of the primary metals. One of the primary metals in the making of coin. In the making of coin. മെറ്റലിന്റെ പേര് പറഞ്ഞോളൂ ശ്രീലക്ഷ്മി. മെറ്റൽ. വിഘ്നേഷ്, ആര്യ, ശ്രീലക്ഷ്മി. വിഘ്നേഷ്, ആര്യ ആൻഡ് ശ്രീലക്ഷ്മി. വെരി ഗുഡ്, വെരി ഗുഡ്. നിക്കൽ ആണ്, നിക്കൽ. ഇറ്റ്സ് കറക്റ്റ് ആൻസർ. യെസ്, എ ബേർഡ് with a sweet voice. A bird with a sweet voice. Okay, Vignesh, Srilakshmi, Sudhi. Vignesh, Srilakshmi and Sudhi. Okay, Nightingale. Yes, Nightingale. The Nightingale of India എന്നറിയപ്പെടുന്ന ഒരു വനിതയുണ്ട്. ഏതറിയോ? സരോജിനി നായിഡു. കറക്റ്റ് ആണ്. ഇനി the Florence Nightingale
എന്ന പേര് കേട്ടിട്ടുണ്ട്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ, ദ ലേഡി വിത്ത് ലാമ്പ്. യെസ്, ഫ്ലോറൻസ് നൈറ്റിംഗേൽ അതാണ് ശരിക്കുള്ള പേര്. പിന്നെ അതിൽ നിന്നാണ് നമുക്കിവിടെ സരോജിനി നായിഡുവിനെയൊക്കെ നൈറ്റിംഗേൽ ഓഫ് ഇന്ത്യ എന്നൊക്കെ വിളിച്ചുകൊടുക്കുന്നത്. ഫ്ലോറൻസ് നൈറ്റിംഗേൽ. അടുത്തത് ഒന്നുകൂടി ചോദിക്കാം. ആൻ അൺപ്ലസന്റ് ഡ്രീം. An unpleasant dream. നോയ്സി അല്ല. നെഗറ്റീവ് ഡ്രീം അല്ല, വേറെ പേരുണ്ട്. ഓക്കെ ശ്രുതി, കറക്റ്റ്. നൈറ്റ് മെയർ കേട്ടോ. ശ്രുതി, ശ്രീലക്ഷ്മി ആൻഡ് കുഞ്ഞു. യെസ്, ഓക്കെ 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 യെസ്. അപ്പോൾ നിങ്ങളുടെ ഇന്നത്തെ പ്രകടനം സൂപ്പർ ആയിരുന്നു എന്ന് ഞാൻ പറയുകയാണ്. ഇന്ന് ടീച്ചർക്ക് അസൗകര്യം വന്നതുകൊണ്ടാണ് കയറേണ്ടി വന്നത്. യെസ്, ഞങ്ങൾക്കത് നല്ല എൻജോയ്മെന്റ് ആയില്ലേ? എന്തോ? ഞങ്ങൾക്കത് നല്ല എൻജോയ്മെന്റ് ആയില്ലേ? യെസ്, ഓക്കെ ഓക്കെ. ടീച്ചർ കേക്കണ്ട. ടീച്ചറിന്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥികളുണ്ട്. യെസ്, ഓക്കെ 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 യെസ്. അപ്പൊ ഇന്ന് വൻകിട പോയിന്റുകളാണ്. അഞ്ജന 1 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, ബ്രെയിൻ വർക്ക് ചെയ്തു. യെസ്, വിഘ്നേഷ് 8 പോയിന്റ് വിഘ്നേഷിന് ലഭിച്ചിട്ടുണ്ട്. 8 പോയിന്റ്. ആര്യക്ക് 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 12 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ഹീരക്ക് 16 പോയിന്റ് ഹീരക്ക് ലഭിച്ചിട്ടുണ്ട്. 16 പോയിന്റ്. യെസ്, പ്രസാദ് കുഞ്ഞു 21 പോയിന്റ് കുഞ്ഞുവിന് ലഭിച്ചിട്ടുണ്ട്. 21 പോയിന്റ് കുഞ്ഞുവിന് ലഭിച്ചിട്ടുണ്ട്. യെസ്, സുധീർ 30 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. 30 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. ശ്രീലക്ഷ്മി ശ്രീലക്ഷ്മിക്ക് 31 പോയിന്റ് ലഭിച്ചിട്ടുണ്ട്. യെസ്, ഓക്കെ 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 യെസ്. ഐ വിഷ് യു ഓൾ ദി ബെസ്റ്റ്. നിങ്ങളുടെ ഇന്റലിജൻസിനെ സംബന്ധിച്ചു ചില കാര്യങ്ങൾ ഞാൻ നിങ്ങൾ പറയില്ല എന്ന് വിചാരിക്കും, പക്ഷെ നിങ്ങൾ പറഞ്ഞു, അത് എനിക്കത് ഇഷ്ടപ്പെട്ടതാണ്. ഓക്കെ ശ്രീലക്ഷ്മി, അപ്പൊ നമ്മളിന്ന് പറഞ്ഞത് സിമ്പിൾ പാസ്റ്റ് എന്ന് പറയുന്ന ടെൻസും അത് സബോർഡിനേറ്റ് ക്ലോസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ എങ്ങനെ ചെയ്യണമെന്നാണ് നമ്മൾ പറഞ്ഞത്. അടുത്ത ദിവസം നമുക്ക് അടുത്ത വേറൊരു ക്ലോസിനെ കുറിച്ച് നമുക്ക് പറയാം. ഓക്കെ, സി യു ഇൻ ദ നെക്സ്റ്റ് ക്ലാസ്. ഓക്കെ, ബൈ. ഓക്കെ, ബൈ.